ഒരു സംവിധായകന്റെ ജീവിതം ഒരു സിനിമ പോലെയാകുമോ? അവന്റെ സിനിമകളിൽ ആഴക്കടലുണ്ട്, പ്രണയമുണ്ട്, കൊലയാളികളുണ്ട്, പ്രതികാരമുണ്ട്. പക്ഷെ ക്യാമറയ്ക്ക് പിന്നിലെ ജീവിതത്തിലും അതേപോലെ പ്രശസ്തിയും വിവാദങ്ങളും നിറഞ്ഞ കഥകളുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫ്രഞ്ച് സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സംവിധായകരിൽ ഒരാളായ ലൂക്ക് ബസനെ കുറിച്ചാണ്. ലിയോൺ ദ പ്രൊഫഷണൽ, ദ ഫിഫ്ത് എലമെന്റ്, ലൂസി പോലുള്ള ലോക പ്രശസ്ത ചിത്രങ്ങളുടെ സൃഷ്ടാവ്. അതേസമയം തന്റെ കരിയറിന്റെ ഒരു ഘട്ടത്തിൽ ലൈംഗിക ആരോപണങ്ങളുടെ കൊടുങ്കാറ്റിൽ അകപ്പെട്ട വ്യക്തി. ആരാണ് ലൂക്ക് ബസൻ? എങ്ങനെയാണ് ഒരു കടൽ സ്നേഹിയായ യുവാവ് ലോക സിനിമയിലെ ഏറ്റവും വിജയകരമായ സംവിധായകരിൽ ഒരാളായി മാറിയത്? അദ്ദേഹത്തിന്റെ സിനിമകൾ എന്തുകൊണ്ടാണ് ഇന്നും ആരാധിക്കപ്പെടുന്നത്? അദ്ദേഹത്തിനെതിരായ വിവാദങ്ങൾ എന്തായിരുന്നു? ഇതാണ് ഇന്നത്തെ കഥ. കടലിൽ തുടങ്ങിയ ഒരു സ്വപ്നം. 1959 മാർച്ച് 18 ഫ്രാൻസിലെ പാരീസിലാണ് ലൂക്ക് ബസൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ സ്കൂബ ഡൈവിംഗ് പരിശീലകരായിരുന്നു. ബാല്യത്തിൽ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം മെഡിറ്ററേനിയൻ കടൽ തീരങ്ങളിലാണ് അദ്ദേഹം ചെലവഴിച്ചത്. മറ്റു കുട്ടികൾ കളിസ്ഥലങ്ങളിൽ വളർന്നപ്പോൾ ബസൻ വളർന്നത് കടലിന്റെ ആഴങ്ങളിലേക്കുള്ള കഥകൾ കേട്ടാണ്. ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു സമുദ്ര ജീവശാസ്ത്രജ്ഞനാകുക എന്നതായിരുന്നു. പക്ഷെ ഒരു ഡൈവിംഗ് അപകടം ആ സ്വപ്നം തകർത്തു കളഞ്ഞു. അപ്പോൾ അദ്ദേഹം ക്യാമറയിലേക്ക് തിരിഞ്ഞു. അതാണ് ലോക സിനിമയുടെ ചരിത്രം മാറ്റിമറിച്ച തീരുമാനം. യുവാവായിരിക്കുമ്പോൾ അദ്ദേഹം ഫ്രാൻസിൽ ചെറിയ സിനിമകളിലും പരസ്യ ചിത്രങ്ങളിലും ജോലി ചെയ്തു. സിനിമയെക്കുറിച്ചുള്ള ഔപചാരിക വിദ്യാഭ്യാസം ഒന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. എന്നാൽ കഥ പറയാനുള്ള കഴിവുണ്ടായിരുന്നു. ദൃശ്യങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ മയക്കാനുള്ള കഴിവുണ്ടായിരുന്നു. 1983 അദ്ദേഹം സംവിധാനം ചെയ്ത ദ ലാസ്റ്റ് ബാറ്റിൽ എന്ന സിനിമ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സംഭാഷണങ്ങൾ തീരെ കുറവായ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സിനിമ. ഫ്രാൻസിൽ ഒരു പുതിയ സംവിധായകൻ ഉദയം ചെയ്തു എന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിച്ച ചിത്രം. ലൂക്ക് ബസൻ സംവിധാനം ചെയ്ത ദ ബിഗ് ബ്ലൂ പുറത്തിറങ്ങി. ആഴക്കടൽ ഡൈവിംഗിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രം. സാധാരണ ഒരു സ്പോർട്സ് സിനിമയല്ലായിരുന്നു അത്. സൗഹൃദവും ഏകാന്തതയും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമായിരുന്നു അതിന്റെ പ്രമേയം. ഫ്രാൻസിൽ ചിത്രം ഒരു സാംസ്കാരിക പ്രതിഭാസമായി മാറി. ലക്ഷക്കണക്കിന് ആളുകൾ വീണ്ടും വീണ്ടും സിനിമ കാണാൻ തിയേറ്ററുകളിലെത്തി. ഈ ചിത്രത്തിലൂടെയാണ് ബൈസൺ ഒരു സൂപ്പർ സ്റ്റാർ സംവിധായകനായി മാറിയത്. 1990 അദ്ദേഹം ലാ ഫെം നിക്കിത എന്ന ചിത്രം സംവിധാനം ചെയ്തു. ഒരു കുറ്റവാളി യുവതി രഹസ്യ സർക്കാർ ഏജന്റായി മാറുന്ന കഥ. ഇന്നത്തെ വനിതാ ആക്ഷൻ സിനിമകൾക്ക് മുന്നേ വന്ന അതിശക്തമായ ഒരു സിനിമ. ചിത്രം വൻ വിജയമായി. ഹോളിവുഡ് പിന്നീട് അതിന്റെ റീമേക്ക് നിർമ്മിച്ചു. ലൂക്ക് ബസന്റെ പേര് ലോകമെമ്പാടും അറിയപ്പെട്ടു. 1994 ലൂക്ക് ബസൻ തന്റെ കരിയറിലെ ഏറ്റവും പ്രശസ്തമായ ചിത്രം പുറത്തിറക്കി, ലിയോൺ ദ പ്രൊഫഷണൽ. ആദ്യ നോട്ടത്തിൽ ഇത് ഒരു ആക്ഷൻ ത്രില്ലറാണ്. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് യഥാർത്ഥത്തിൽ രണ്ട് ഏകാഗികളായ മനുഷ്യരുടെ കഥയാണ്. ഒരു വശത്ത് ലിയോൺ, ജീൻ റെനോ അവതരിപ്പിച്ച പ്രൊഫഷണൽ കൊലയാളി. ആളുകളെ കൊല്ലുന്നതാണ് ജോലി. പക്ഷെ സ്വന്തം ജീവിതത്തിൽ സുഹൃത്തുക്കളില്ല, കുടുംബമില്ല, സ്നേഹിക്കാൻ പോലും അറിയാത്ത ഒരാൾ. അവന്റെ ലോകം ഒരു ചെറിയ അപ്പാർട്ട്മെന്റും ഒരു ചെടിയും മാത്രമാണ്. മറുവശത്ത് മത്തിൽഡ, നതാലിയ പോർട്ട്മാൻ അവതരിപ്പിച്ച 12 വയസ്സുകാരി. കുടുംബത്തിൽ ആരും അവളെ മനസ്സിലാക്കുന്നില്ല. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇളയ സഹോദരനാണ്. ഒരു ദിവസം അഴിമതിക്കാരനായ മയക്കുമരുന്ന് വിരുദ്ധ വിഭാഗം ഉദ്യോഗസ്ഥൻ സ്റ്റാൻസ്ഫീൽഡ് അവളുടെ കുടുംബത്തെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. മത്തിൽഡ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. ജീവൻ രക്ഷിക്കാൻ അവൾ അയൽവാസിയായ ലിയോണിന്റെ വാതിലിൽ എത്തുന്നു. ആ വാതിൽ തുറക്കുന്ന നിമിഷം സിനിമയുടെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നു. മത്തിൽഡയ്ക്ക് പ്രതികാരം വേണം. സഹോദരനെ കൊന്നവരെ കൊല്ലണം. അതുകൊണ്ട് അവൾ ലിയോണിനോട് പറയുന്നു, എന്നെ കൊലയാളിയാകാൻ പഠിപ്പിക്കൂ. ആദ്യം ലിയോൺ സമ്മതിക്കുന്നില്ല. പക്ഷെ പിന്നീട് അവളെ സംരക്ഷിക്കാനും പരിശീലിപ്പിക്കാനും തുടങ്ങുന്നു. ക്രമേണ ഇരുവരും പരസ്പരം അറിയുന്നു. മത്തിൽഡ ആദ്യമായി സുരക്ഷിതത്വം അനുഭവിക്കുന്നു. ലിയോൺ ആദ്യമായി ഒരാളെ സ്നേഹിക്കാൻ പഠിക്കുന്നു. ഇതിനിടയിൽ സ്റ്റാൻസ്ഫീൽഡിനെതിരെ പ്രതികാരത്തിനുള്ള ശ്രമങ്ങളും നടക്കുന്നു. ഗാരി ഓൾഡ്മാൻ അവതരിപ്പിച്ച സ്റ്റാൻസ്ഫീൽഡ് സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകവും വിചിത്രവുമായ വില്ലന്മാരിൽ ഒരാളായി മാറി. സിനിമയുടെ അവസാന ഭാഗം പൂർണ്ണമായും വികാരവും ആക്ഷനും നിറഞ്ഞതാണ്. നൂറുകണക്കിന് ആയുധധാരികളായ ഉദ്യോഗസ്ഥരെ നേരിട്ട് ലിയോൺ പോരാടുന്നു. അവസാനം സ്വന്തം ജീവൻ തിരിച്ച് മത്തിൽഡയെ രക്ഷിക്കുന്നു. അവന്റെ മരണം വെറും ഒരു ആക്ഷൻ രംഗമല്ല. ഒരിക്കലും കുടുംബം ലഭിക്കാത്ത ഒരാൾ അവസാന നിമിഷത്തിൽ ഒരു അച്ഛനായി മാറുന്ന നിമിഷമാണ് അത്. അതുകൊണ്ടാണ് ലിയോൺ ദ പ്രൊഫഷണൽ ഒരു കൊലയാളി കഥയായി മാത്രം മാറാതെ ലോക സിനിമയിലെ ഏറ്റവും വികാര നിർഭരമായ ക്ലാസിക്കുകളിൽ ഒന്നായി മാറിയത്. പല നിരൂപകരും ഇന്നും ഇത് ലൂക്ക് ബസന്റെ ഏറ്റവും മികച്ച സിനിമയാണെന്ന് വിശ്വസിക്കുന്നു. 1997 ബസൻ തന്റെ ഏറ്റവും വലിയ പ്രൊജക്ട് അവതരിപ്പിച്ചു, ദ ഫിഫ്ത് എലമെന്റ്. അന്ന് യൂറോപ്പിലെ ഏറ്റവും ചെലവേറിയ സിനിമകളിൽ ഒന്ന്. ബ്രൂസ് വില്ലിസ് പ്രധാന വേഷത്തിൽ. സയൻസ് ഫിക്ഷൻ സിനിമകളുടെ ചരിത്രത്തിൽ പ്രത്യേക സ്ഥാനമുള്ള ചിത്രം. ചിത്രം വാണിജ്യ വിജയവും നേടി. നിർമ്മാതാവായ ലൂക്ക് ബസൻ സംവിധാനം മാത്രമല്ല, ബസൻ നിർമ്മാതാവായും തിരക്കഥാകൃത്തായും വലിയ വിജയങ്ങൾ നേടി. ടാക്സി, ട്രാൻസ്പോർട്ടർ, ടൈക്കൺ ഇവയുടെ പിന്നിലും അദ്ദേഹത്തിന്റെ സൃഷ്ടിപരമായ പങ്കുണ്ടായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച യൂറോപ്പ.കോർപ്പ്.com യൂറോപ്പിലെ ഏറ്റവും വലിയ സ്വതന്ത്ര സിനിമാ കമ്പനികളിൽ ഒന്നായി വളർന്നു. ലൂസി പുറത്തിറങ്ങി. സ്കാർലറ്റ് ജോഹാൻസൺ നായികയായി. മനുഷ്യ മസ്തിഷ്കം കൂടുതൽ ശേഷി ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ആശയത്തെ ആസ്പദമാക്കിയ ചിത്രം.
ശാസ്ത്രീയ കൃത്യതയെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ചിത്രം ലോകമെമ്പാടും വൻ ഹിറ്റായി. 100 മില്യൺ ഡോളറുകളുടെ കളക്ഷൻ. ലൂക്ക് ബെസന്റെ ഏറ്റവും വലിയ വാണിജ്യ വിജയങ്ങളിൽ ഒന്ന്. അദ്ദേഹത്തിന്റെ സിനിമകളിൽ ചില കാര്യങ്ങൾ ആവർത്തിച്ചു കാണാം. സമൂഹത്തിൽ ഒറ്റപ്പെട്ട ആളുകൾ, സ്വന്തം ലോകത്തിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങൾ, ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ, പ്രകൃതിയുമായുള്ള ബന്ധം, അസാധാരണമായ പ്രണയം. അതാണ് അദ്ദേഹത്തിന്റെ സിനിമകളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. പക്ഷെ 2018 സ്ഥിതിഗതികൾ മാറി. മീറ്റു പ്രസ്ഥാനം ലോകമെങ്ങും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം. ഒരു സ്ത്രീ ബസനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചു. തുടർന്ന് മറ്റു ചില സ്ത്രീകളും സമാന രീതിയിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വന്നു. ഫ്രഞ്ച് മാധ്യമങ്ങൾ വിഷയം വ്യാപകമായി റിപ്പോർട്ട് ചെയ്തു. ഒരു കാലത്ത് സിനിമകളെ കുറിച്ച് മാത്രം സംസാരിച്ചിരുന്ന ബെസൺ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞത് വിവാദങ്ങളിലൂടെയായിരുന്നു. ലൂക്ക് ബെസൺ എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചു. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. കേസുകൾ ഫ്രാൻസിൽ അന്വേഷിക്കപ്പെട്ടു. അന്വേഷണങ്ങൾ വർഷങ്ങളോളം നീണ്ടു. അവസാനം ഫ്രഞ്ച് നീതിന്യായ സംവിധാനത്തിൽ കേസുകൾ പരിശോധിക്കപ്പെട്ടു. ചില കേസുകൾ തെളിവുകളുടെ അഭാവത്തിൽ തള്ളിക്കളയപ്പെട്ടു. ബെസണെതിരെ ക്രിമിനൽ വിചാരണ തുടരാൻ ആവശ്യമായ അടിസ്ഥാനമില്ലെന്ന് കോടതി കണ്ടെത്തി. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലൂക്ക് ബെസനെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ വ്യക്തമായ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും വിവാദങ്ങൾ ഇവിടെ അവസാനിച്ചില്ല. ചില വിമർശകർ അദ്ദേഹത്തിന്റെ ചില സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചും വ്യക്തി ജീവിതത്തെ കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തി. അദ്ദേഹത്തിന്റെ ആരാധകർ മറുവശത്ത് അദ്ദേഹത്തെ പിന്തുണച്ചു. അദ്ദേഹത്തെ കുറിച്ചുള്ള ചർച്ചകൾ ഇന്നും തുടരുന്നു. ലൂക്ക് ബെസൺ യഥാർത്ഥത്തിൽ ആരാണ്? മഹാനായ സംവിധായകനോ അതോ ഒരു വിവാദ വ്യക്തിയോ അതോ രണ്ടും ചേർന്ന ആളോ? ചർച്ചകൾ തുടരട്ടെ, കാലം തീരുമാനിക്കട്ടെ.